കേബിൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ചില കേബിൾ ടെസ്റ്റുകളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേബിൾ റെസിസ്റ്റൻസ് മെഷർമെന്റ്, കേബിൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. എക്യുപ്മെന്റിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ മെഷർമെന്റ്, പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ മെഷർമെന്റ് എന്നിവയും വിശദീകരിക്കുന്നുണ്ട്. ഒരു കേബിളിന്റെ പ്രധാന ഭാഗം അതിന്റെ കണ്ടക്ടേഴ്സ് ആണ്. എല്ലാ കണ്ടക്ടേഴ്സിനും അതിൻ്റെതായ ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടായിരിക്കും. ഈ വാല്യൂ കണ്ടക്ടറിന്റെ മെറ്റീരിയൽ അലൂമിനിയം ആണോ കോപ്പർ ആണോ എന്നതിനനുസരിച്ചും ക്രോസ് സെക്ഷണൽ ഏരിയ, നീളം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുമായിരിക്കും. കേബിൾ കണ്ടക്ടറിന്റെ വാല്യൂ താരതമ്യേന വളരെ ചെറുതായിരിക്കും. കേബിൾ റെസിസ്റ്റൻസ് മെഷർമെന്റിൽ നിന്ന് നാം ഉപയോഗിച്ച കേബിളിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയുന്നതിനും അത് ഭാവി ഉപയോഗത്തിനായി ഡോക്യുമെന്റ് ചെയ്യുന്നതിനും സാധിക്കും. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓംസ് ആണ്. ഒരു ഓമീറ്റർ ഉപയോഗിച്ചാണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത്. കേബിളിന്റെ രണ്ട് അറ്റത്തും ഉപകരണം കണക്ട് ചെയ്തിട്ട് വേണം റെസിസ്റ്റൻസ് മെഷർമെന്റ് എടുക്കേണ്ടത്. മെഷർ ചെയ്ത് ലഭിച്ച റെസിസ്റ്റൻസ് വാല്യൂ മാനുഫാക്ചേഴ്സിന്റെ ഡാറ്റ ടേബിളിൽ സൂചിപ്പിച്ച വാല്യൂവിന് തുല്യമായോ അതിനോട് അടുത്തോ ഒരു വാല്യൂ ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒരു കേബിളിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് കണ്ടിന്യൂറ്റി ടെസ്റ്റ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേബിൾ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കേബിൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ട ഒമീറ്ററിന്റെ റേഞ്ച് 1 മില്ലി ഓം മുതൽ 200 ഓം വരെയുള്ളതായിരിക്കണം. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടറിലേക്ക് ഒരു കറന്റ് ഇഞ്ചക്ട് ചെയ്യുകയും ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് മീറ്റർ റെക്കോർഡ് ചെയ്യുകയും ഉപകരണം ഓംസ് ലോ പ്രകാരം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഓംസിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓംസ് മീറ്ററിന് പകരം നമുക്കൊരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. ഒമീറ്ററിൽ റെസിസ്റ്റൻസ് മാത്രമേ അളക്കാൻ സാധിക്കുകയുള്ളൂ. മൾട്ടിമീറ്ററിലാണെങ്കിൽ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നിവ അളക്കാം. ഇത് ഒരു ഒമീറ്ററിന്റെ ചിത്രം. ഇതിൽ 0 to 1 ohm, 0 to 10 ohm, 0 to 100 ohm, 0 to 200 ohm എന്ന റേഞ്ചുകൾ ഉണ്ടായിരിക്കും. ഒമീറ്ററിന് പകരം ഉപയോഗിക്കാവുന്ന മൾട്ടിമീറ്റർ ഇതിൽ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് എന്നീ അളവുകൾ അളക്കാൻ സാധിക്കും. ഒമീറ്റർ റേഞ്ചിലിട്ട് നമുക്ക് ആവശ്യമുള്ള കേബിളുകളുടെ റെസിസ്റ്റൻസ് അളക്കാവുന്നതാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് കേബിളിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് ഉള്ള ഒരു ടെസ്റ്റാണ്. കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒരു ഈസി ടെസ്റ്റാണ്. എന്നിരുന്നാലും ടെസ്റ്റിന് മുമ്പ് ചില മുൻകരുതലുകൾ അത്യാവശ്യമാണ്. കേബിളിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്തിരിക്കണം. അതിനോട് കണക്ട് ചെയ്ത എല്ലാ ഉപകരണങ്ങളും റിമൂവ് ചെയ്യുകയും വേണം. നേരത്തെ സൂചിപ്പിച്ചു, കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ ഒമീറ്റർ കേബിളിന്റെ രണ്ട് അറ്റത്തും കണക്ട് ചെയ്യണം. സാധാരണ കേബിളിന്റെ നീളം വളരെ ലെങ്തിയാണ്, ഒരുപക്ഷെ കിലോമീറ്ററുകളോളം ഉണ്ടായിരിക്കും. ഉപകരണം ഇതിന്റെ രണ്ട് എൻഡിലും കണക്ട് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ലോഡിലേക്ക് വിദ്യുച്ഛക്തി എത്തിക്കുന്നതിന്
ചുരുങ്ങിയ പക്ഷം ഫേസും ന്യൂട്രലും ഉണ്ടായിരിക്കണം. അതായത് 2 കണ്ടക്ടേഴ്സ് എങ്കിലും ഒരു ഫീഡറിൽ നമുക്ക് ലഭ്യമായിരിക്കും. അവയുടെ ഈ 2 കണ്ടക്ടേഴ്സിന്റെയും ഒരു എൻഡ് ഷോർട്ട് ചെയ്ത് നമുക്ക് മറുതലയ്ക്കൽ ടെസ്റ്റ് ഉപകരണങ്ങൾ കണക്ട് ചെയ്യാം. മൾട്ടിമീറ്ററോ ഒമീറ്ററോ ഉപയോഗിച്ച് ഈ ലൂപ്പിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇങ്ങനെ ലഭിക്കുന്ന റെസിസ്റ്റൻസ് ആ ലൂപ്പിലുള്ള കണ്ടക്ടറുകളുടെ മൊത്തം റെസിസ്റ്റൻസ് ആയിരിക്കും. അതിൽ ഒരെണ്ണത്തിന്റെ കണക്ക് കൂട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. 4 കോർ കേബിൾ ആണെങ്കിൽ നമുക്ക് 4 കണ്ടക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഒമീറ്റർ ഉപയോഗിച്ച് 2 കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് വാല്യൂ മെഷർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒമീറ്ററിന് പകരം മൾട്ടിമീറ്റർ ഉപയോഗിച്ചും ഓരോ ലൂപ്പിന്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്ത് ഇൻഡിവിജ്വൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കണക്കാക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടെസ്റ്റിന് ശേഷം ലൂപ്പ് ചെയ്ത കണ്ടക്ടേഴ്സ് അഴിച്ചു മാറ്റണം. എല്ലാ കണ്ടക്ടേഴ്സിന്റെയും റീഡിംഗ് ടാബുലേറ്റ് ചെയ്യണം. അവയുടെ റെസിസ്റ്റൻസ് വാല്യൂവിലുള്ള വ്യത്യാസം നോട്ട് ചെയ്യണം. ഡിഫറൻസ് 10% കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. റീഡിങ്ങിലുള്ള വ്യത്യാസം 10% അധികമാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ലൂസ് കണക്ഷൻ അല്ലെങ്കിൽ ബാഡ് കോണ്ടാക്ട്സ് അല്ലെങ്കിൽ കൊറോഡഡ് ജോയിൻസോ ടെർമിനേഷനോ ആണ് എന്നാണ്. ഒരുപക്ഷെ റെസിസ്റ്റൻസ് വളരെ അധികം ഇൻഫിനിറ്റിയോട് അടുത്തൊരു വാല്യൂ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ആ കണ്ടക്ടർ ബ്രോക്കൺ ആയിരിക്കാം എന്നാണ്. ഈ 2 കാരണങ്ങളാലും ആ കേബിളിനെ കുറിച്ച് വിശദമായ പരിശോധന അത്യാവശ്യമാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിൽ 2 ടെസ്റ്റുകൾ ആണ് നമ്മൾ സാധാരണ നടത്തുന്നത്. ഒന്ന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ, അടുത്തത് പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ. എല്ലാ കേബിളുകളും ഇൻസുലേറ്റഡ് ആയിരിക്കും. ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഫേസ് ടു എർത്ത് സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് PVC അല്ലെങ്കിൽ XLPE ആയിരിക്കും. ഇതൊരു PVC കേബിൾ, ഇതൊരു XLPE കേബിൾ. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിന്റെ റെസിസ്റ്റൻസ് വളരെ അധികമായിരിക്കും. അത് സാധാരണ ഓം റേഞ്ചിൽ ആയിരിക്കില്ല, മെഗോം റേഞ്ചിലായിരിക്കും. ഈ ഇൻസുലേറ്ററുകൾ കേടുവരാം. കാലപ്പഴക്കം കൊണ്ടോ മെക്കാനിക്കൽ കാരണങ്ങളാലോ ലൈറ്റ്നിങ് കൊണ്ടോ ആവാം. ഈ ഡാമേജ് ആ ഭാഗത്തെ ഇൻസുലേഷൻ വാല്യൂ കുറയ്ക്കുകയും അതിൽ കൂടി ഒഴുകുന്ന ലീക്കേജ് കറന്റ് കൂടി വരികയും അതുമൂലം ഉണ്ടാകുന്ന I² ലോസ് കാരണം ഉണ്ടാകുന്ന ചൂട് വളരെ അധികമായി തീപിടുത്തത്തിലേക്കും പൊട്ടിത്തെറിയിലേക്കും നയിക്കും. ഒരു കേബിൾ വൈദ്യുതശക്തി പ്രയോഗിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടത്തേണ്ട ഒരു ടെസ്റ്റാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. അതുപോലെ തന്നെ നിലവിലുള്ള കേബിളുകൾ ഇൻസുലേഷൻ വാല്യൂസ് ഇടവേളകളിൽ അളന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഉപകരണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ ആണ്. അത് മെഗർ എന്നും അറിയപ്പെടും. മെഗർ എന്നത് ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. അതിന്റെ ടെക്നിക്കൽ നെയിം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റർ എന്ന് തന്നെയാണ്.
ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഒരു കൂടിയ അളവിലുള്ള വിദ്യുച്ഛക്തി പ്രവഹിപ്പിച്ചിട്ടാണ്. LT കേബിളുകൾക്ക് 500 വോൾട്ടും HT കേബിളുകൾക്ക് 5000 വോൾട്ടും ഒരു മിനിറ്റ് അപ്ലൈ ചെയ്യും. സാധാരണയായി ഈ റീഡിംഗ് 100 മെഗോമിൽ കൂടുതലായി. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് 2 തരത്തിലുള്ള ഉപകരണങ്ങൾ ലഭ്യമാണ്. ഒന്ന് ഇലക്ട്രോ മെക്കാനിക്കൽ ടൈപ്പ്, കറക്കണം, ക്രാങ്ക് ചെയ്യണം. ഈ ക്രാങ്കിംഗ് ടെസ്റ്ററുകൾ ഇൻസുലേഷൻ പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ എന്ന മെഷർമെന്റിന് അനുയോജ്യമല്ല. സാധാരണ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർമെന്റ് 1 മിനിറ്റ് കറക്കിയാൽ മതി. പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ ടെസ്റ്റിന് 10 മിനിറ്റോളം കറക്കണം. അത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് അതിന് മോട്ടോറൈസ്ഡ് മെഗറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രോണിക്കൽ ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ മീറ്ററും അവൈലബിൾ ആണ്. നേരത്തെ സൂചിപ്പിച്ചു, കേബിളുകളുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വളരെ അധികമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ഒരു ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ് ടെസ്റ്റ് എന്നും അറിയപ്പെടും. ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനൊരു കൂടിയ അളവിലുള്ള DC ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയില്ല ടെസ്റ്റ് ചെയ്യുന്ന കേബിൾ ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലയോ എന്ന്. അതുകൊണ്ട് ഈ ടെസ്റ്റ് 2 സ്റ്റേജ് ആയിട്ടാണ് നടത്തുന്നത്. ഇനീഷ്യലി ഒരു ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ടെസ്റ്റ് അതോടെ നിർത്തും. ഇല്ലെങ്കിൽ കൂടിയ അളവിലുള്ള വിദ്യുച്ഛക്തി പ്രവഹിപ്പിച്ച് രണ്ടാമത്തെ സ്റ്റേജ് നടത്തി റെസിസ്റ്റൻസ് രേഖപ്പെടുത്തും. ഈ റെസിസ്റ്റൻസ് ആവശ്യമുള്ള റെസിസ്റ്റൻസ് വാല്യൂമായി കമ്പയർ ചെയ്ത് അതിന്റെ ഉപയോഗ യോഗ്യത വിലയിരുത്താവുന്നതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് മെഗർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പൺ എൻഡ് ആവശ്യത്തിന് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് കുറവാണെങ്കിൽ ആർക്ക് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ആവാനും തെറ്റായ റീഡിംഗ് നൽകാനും അത് കാരണമാകും. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളുടെ IR വാല്യൂ മെഷർമെന്റിന് തുടർച്ചയായി ചില സാഹചര്യങ്ങളിൽ ചില എക്യുപ്മെന്റുകൾക്ക് പോളറൈസേഷൻ ഇൻഡെക്സ് ടെസ്റ്റും നടത്താറുണ്ട്. പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് ആ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് 10 മിനിറ്റ് നേരത്തെയും 1 മിനിറ്റ് നേരത്തെയും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇൻസുലേഷനുകളുടെ കപ്പാസിറ്റീവ് നേച്ചർ, പോളറൈസേഷൻ എഫക്റ്റ് എന്നിവ കാരണം 1 മിനിറ്റ് വാല്യൂ എപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പോളറൈസേഷൻ ഇൻഡെക്സ് എപ്പോഴും 1-ൽ അധികമായിരിക്കും. ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിന്റെ പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂ 2-ൽ കൂടുതലാണ് അഭികാമ്യമായ വാല്യൂ. പോളറൈസേഷൻ ഇൻഡെക്സ് 1.5-നും 2-നും ഇടയിലാണെങ്കിൽ ആ ഇൻസുലേഷന്റെ ക്വാളിറ്റി ഡൗട്ട്ഫുൾ ആണ്. പോളറൈസേഷൻ ഇൻഡെക്സ് 1.5-ന് താഴെയാണെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ ഉപയോഗിക്കുന്നത് അപകടകരമായ അവസ്ഥയിലുമാണ്. ഈ ടേബിളിൽ നിന്ന് പോളറൈസേഷൻ ഇൻഡെക്സ് വാല്യൂവും അതിന്റെ ഇൻസുലേഷൻ കണ്ടീഷനും കമ്പയർ ചെയ്യാവുന്നതാണ്. PI വാല്യൂ 1-ൽ താഴെയാണെങ്കിൽ
ഡേഞ്ചറസ് കണ്ടീഷനാണ്. 1-നും 1.5-നും ഇടയിലാണെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ പുവറാണ്. 1.5-നും 2-നും ഇടയിലാണെങ്കിൽ ആ ഇൻസുലേഷൻ ക്വാളിറ്റി ഡൗട്ട്ഫുൾ ആണ്. 2-നും 3-നും ഇടയ്ക്കാണെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ ഫെയർ ആണ്. 3-നും 4-നും ഇടയിലാണെങ്കിൽ അതിന്റെ ഇൻസുലേഷൻ ഗുഡ് ആണ്. 4-നും മുകളിലാണെങ്കിൽ എക്സലന്റ് ആണ്. സേഫ്റ്റി പ്രിക്കോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും എനർജൈസ് ചെയ്ത കേബിളിൽ ടെസ്റ്റ് ഉപകരണം കണക്ട് ചെയ്യരുത്. സപ്ലൈ കേബിളിലേക്കുള്ളത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. എല്ലാ ബ്രാഞ്ച് സർക്യൂട്ടുകളും ഗ്രൗണ്ടഡ് കണ്ടക്ടേഴ്സും ഡിസ്കണക്ട് ചെയ്തിരിക്കണം. എല്ലാ ഉപകരണങ്ങളും കേബിളിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കണം. കേബിള് ഒരു കപ്പാസിറ്റീവ് നേച്ചറുള്ള എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വിദ്യുത് ശക്തി ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമേ ടെസ്റ്റ് ആരംഭിക്കാവൂ. കേബിളുകളുടെ ഓപ്പൺ എൻഡ് ആവശ്യത്തിന് ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കണം. ഒരു ഇൻസുലേറ്റഡ് റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രമേ ടെസ്റ്റ് ലീഡ് കണക്ട് ചെയ്യാവൂ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേബിൾ റെസിസ്റ്റൻസ് മെഷർമെന്റ്, കേബിൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിൽ കേബിളിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ മെഷർമെന്റ്, എക്യുപ്മെന്റുകളുടെ പോളറൈസേഷൻ ഇൻഡെക്സ് മെഷർമെന്റ് വാല്യൂ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.